ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കേരള ടേസ്റ്റ് വിത്ത് ശ്രീജ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. ഇന്ന് എനിക്ക് നല്ലൊരു ഇഡലിയും സാമ്പാറായിരുന്നു. അപ്പോൾ ആ ഇഡലിക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അതിലേക്ക് കഷ്ണമായിട്ട് ഞാൻ ഒരു കൊച്ചു ഉരുളൻകിഴങ്ങും കുറച്ച് ചക്കക്കുരും കുറച്ച് സവാളയും ഒരു കഷ്ണം ക്യാരറ്റും എടുത്തു. പിന്നെ തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങാക്കോല്, ഒരു കഷ്ണം വഴുതനങ്ങ. അപ്പോൾ ആദ്യം തന്നെ പരിപ്പും ഉരുളൻകിഴങ്ങ്, ചക്കക്കുരു, മറ്റുള്ള കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 3 വിസിലടുപ്പിച്ച് നല്ല പരിപ്പൊക്കെ നല്ല വെണ്ണ പോലെ വെന്തു കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായംപൊടി, ഒരു സ്പൂണ് സാമ്പാർ പൊടി, ഇത്ര ഇട്ട് വറുത്തെടുത്തതാണ് ഈ പൊടികൾ. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തു. നമ്മളതിലേക്ക് മുരിങ്ങാക്കോലും തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അത് അവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി റെഡിയാക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ടൊക്കെ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കണ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കൂട്ടുകാരെ, നമ്മുടെ തക്കാളി മുരിങ്ങാക്കോലും കൂടി ഇട്ട് കൊടുത്തത് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്താൽ നമ്മൾ വറുത്ത് വെച്ച പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കട്ടയൊക്കെ ഉടച്ച് കൊടുക്കണം. അല്ലാതെ നേരെ നമ്മൾ സാമ്പാറിലേക്ക് ഇട്ടാൽ ഇങ്ങനെ അവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ വെള്ളം ഒഴിച്ച് അപ്പോൾ ഇതേ നല്ല കുറുന്നനുള്ള മസാല നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ തേങ്ങയൊന്നും വറുത്തരയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല കുറുന്നനുള്ള സാമ്പാർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളത് ഒഴിച്ച് കൊടുത്തു. ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുറുന്നനിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതിനി ഒരു അങ്ങോട്ട് തിളച്ചോട്ടെ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ 3/4 ഭാഗം വേവായിട്ടുണ്ടാവും. വെണ്ടയ്ക്ക് പകുതി വേവാകുമ്പോൾ നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി തിരുമ്പി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് മതി. നാടൻ തക്കാളിയാണ്. തക്കാളിക്ക് നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് വെന്തു. നമുക്കിനി പുളി ഒഴിച്ച് കൊടുക്കാം. പുളി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നോക്കണം കേട്ടോ. നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ ആ പുളിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് തിരുമ്മി പിഴിഞ്ഞ് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പുളിയൊക്കെ കറക്റ്റാവും. ഈ സമയത്ത് നമ്മൾ ഒന്നും രുചിച്ച് നോക്കണം, നമ്മുടെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് കേട്ടോ. കാരണം ഉപ്പൊക്കെ കഷ്ണത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട് പുളി ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാ കഷ്ണങ്ങളും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ കറി ഇറക്കി വയ്ക്കുക. ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കൊരു വറവ് കൊടുത്താൽ മതി. വറവിടാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ഒരല്പം ഉലുവയും ഒരല്പം കടുകും 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമുക്ക് വറവ് കൊടുക്കാം. നല്ല അടിപൊളി സാമ്പാർ എളുപ്പത്തിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സാമ്പാർ നല്ല രുചിയാണ്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും ഊണിനും എല്ലാം. ഇപ്പോൾ പൊറോട്ടയാണെങ്കിൽ പൊറോട്ടയ്ക്കും എല്ലാം കഴിക്കാം. നല്ല രുചിയുള്ള നല്ല ചൊടിയുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി ഇഡ്ഡലി സാമ്പാർ റെഡി ആയിട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ. ഒരു നേരമെങ്കിലും
കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം.